ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അപ്പൊ ഞാൻ നെക്സ്റ്റ് വീക്ക് പ്രമോ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എല്ലാവരും കയറി കണ്ടില്ലെങ്കിൽ ഒന്ന് കണ്ടേ കൂട്ടോ. ഞാൻ നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയിപ്പോ പറയുന്നത് നാളത്തെ കഥയാണേ. ഇനിയിപ്പോ നെക്സ്റ്റ് വീക്ക് പ്രമോ ഞാനൊന്ന് പറഞ്ഞതല്ലേ, അപ്പൊ അതുകൊണ്ടാണ് ഇന്നിപ്പോ നെക്സ്റ്റ് വീക്ക് പ്രമോ ഞാൻ പറയാത്തത്. അത് മാത്രമല്ല, നമുക്ക് ഇന്നൊരു ചെറിയൊരു നെക്സ്റ്റ് വീക്ക് പ്രമോ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഞാൻ ഇന്നലെ നമ്മുടെ നയനയുടെയും ആദർശിന്റെയും കഥയുടെ നെക്സ്റ്റ് വീക്ക് പ്രമോ ഇട്ടിരിക്കുന്നത്. അപ്പൊ അതിപ്പോഴും കിടപ്പുണ്ടോ ഒന്ന് കയറി നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അങ്ങനെ നമ്മുടെ അനഘയുടെ കാര്യത്തിന് തീരുമാനമാകാൻ പോവുകയാണ് കേട്ടോ. അനഘയ്ക്കാണെങ്കിൽ വല്ലാത്ത അസ്വസ്ഥത തന്നെയാണ്. സത്യം പറഞ്ഞാൽ നമുക്ക് അനഘയോട് ദേഷ്യം തോന്നും. എന്ത് വിശ്വസിച്ചിട്ടാണ് ഈ അഭി എന്ന് പറയുന്ന ഒരുത്തന്റെ കൂടെ ഈ കുട്ടീനെ വിടാം, അതും പ്രത്യേകിച്ച് ഒരു പെൺകുട്ടീനെ വിടാൻ വേണ്ടി നമ്മുടെ അനഘ തീരുമാനിക്കുന്നത്? അതിലും ഭേദം ഒരു അനാഥാലയത്തിൽ വിടുന്നതല്ലേ. ഇവന്റെ ഒക്കെ കുഞ്ഞായിട്ട് വളർന്നിട്ട് എന്ത് കിട്ടാനാണ്? എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? പിന്നെ ഓർത്ത് കാണും, അനന്തപുരി തറവാട്ടില് മൂർത്തി സാറുണ്ട്, അതുപോലെ തന്നെ ആദർശൊക്കെ ഉണ്ട്. അപ്പം ബാക്കി എല്ലാവരും നല്ല മനസ്സുള്ളവരാണല്ലോ. അപ്പൊ അതായിരിക്കാം ചിലപ്പോൾ ആണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തത്. അങ്ങനെയും നമുക്ക് ചിന്തിക്കാം. ഏതായാലും ഈ കുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് നമ്മുടെ അനഘ ഈ കുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഈ കുട്ടി ഓടി വരുന്ന ഒരു രംഗമാണല്ലോ നമ്മൾ ഇന്ന് അവസാന ഭാഗമായിട്ട് കണ്ടത്. അങ്ങനെ ആ കുട്ടി ഓടി വരുന്നു. അങ്ങനെ അനഘ ഓട്ടോയിൽ നിന്ന് വന്ന് ഇറങ്ങുകയാണ്. അപ്പൊ അമ്മാന്ന് വിളിച്ചോണ്ടാട്ടോ ആ കുട്ടി ഓടി വരുന്നത്. അമ്മ, എനിക്ക് ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന മോക്ക് ചോക്ലേറ്റ് ആയിട്ടല്ലാതെ അമ്മ ഇതുവരെ വന്നിട്ടുണ്ടോ എന്നും പറഞ്ഞ് ഈ ചോക്ലേറ്റ് കൊടുക്കുക. എന്നിട്ട് ഈ കൊച്ചിനോട് പറയുന്നുണ്ട്, ഇനി അമ്മയ്ക്ക് എത്ര ദിവസം ഈ ചോക്ലേറ്റ് മോക്ക് തരാൻ പറ്റുമെന്നറിയില്ല. അതുകൊണ്ട് തന്നെ മോക്ക് ചോക്ലേറ്റ് തരാനായിട്ട് ഇനി അച്ഛനെ കാണത്തുള്ളൂ എന്ന് പറഞ്ഞപ്പം, അതെന്താ അമ്മ എപ്പോഴും അങ്ങനെ പറയുന്നത്? എനിക്ക് അമ്മയെ വേണം, എനിക്ക് അച്ഛനെയും വേണം അമ്മയും വേണം. എൻ്റെ അച്ഛനെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ എൻ്റെ അച്ഛനെ അമ്മ കാണിച്ചു തന്നില്ലല്ലോ. അത് മോളുടെ അച്ഛനെ ഈ അമ്മ കാണിച്ചു തരും. ഈ അമ്മയ്ക്ക് ഇനി എത്ര ദിവസം ഉണ്ടെന്ന് അറിയില്ല. ഏതായാലും അമ്മയുണ്ടല്ലോ, എല്ലാം എല്ലാം സ്വർഗത്തിലിരുന്ന് കാണുന്നുണ്ടായിരിക്കും. സ്വർഗമോ? അതെന്താ അമ്മ? അങ്ങനെ ഒരു സ്ഥലമുണ്ട്. ഇനിയേ അമ്മ അവിടെയാ, അമ്മയ്ക്ക് ജോലി കിട്ടി, അമ്മ അവിടെ പോവാ. അപ്പൊ മോള് ഇനി അച്ഛൻ്റെ കൂടെ ആയിരിക്കണം. അച്ഛൻ മോളെ പൊന്നുപോലെ നോക്കിക്കോളും. അച്ഛൻ്റെ വീട്ടുകാരെ വലിയ വീട്ടുകാരാ, അനന്തപുരി തറവാട്ടുകാര്. അവരുടെ പേരും പെരുമയും പ്രസിദ്ധിയൊന്നും മോക്ക് ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല. പതിയെ പതിയെ മോക്ക് എല്ലാം മനസ്സിലായിക്കോളും. ഈ അമ്മയുടെ അനുഗ്രഹം എന്നും മോളുടെ കൂടെ കാണും എന്നും പറഞ്ഞുകൊണ്ട് ആ കുട്ടീനെ വാരി പുണർന്ന് ഉമ്മ കൊടുത്തിട്ട് ഒരിക്കലും ഈ അമ്മയ്ക്ക് മോളെ പിരിയണമെന്നില്ല. പക്ഷെ എന്ത് ചെയ്യാൻ, അമ്മയുടെ സാഹചര്യം ഇതായി പോയി മോളെ എന്നൊക്കെ പറഞ്ഞ ആ കുട്ടിക്ക് ഇങ്ങനെ വാരിക്കോരി ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജലജ ചെല്ലുകയാണ് കേട്ടോ അനന്തപുരി തറവാട്ടിലേക്ക്. ഇവിടുത്തെ ഗുണ്ടപ്പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അതായത് ഇവിടെ കുറെ ഗുണ്ടവേലകളൊക്കെ ചെയ്തല്ലോ നമ്മുടെ ജലജനെ കൊണ്ട് കനക ചെയ്യിപ്പിച്ചു. എന്നിട്ടാ നേരെ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ വസന്തര ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി, നീ എല്ലാം ഉണ്ടാക്കി കൊടുത്തോ? അല്ല, നീ ഇവിടുന്ന് മേടിച്ചോണ്ട് പോയോ അവിടെ ചെന്ന് ഉണ്ടാക്കി കൊടുത്തോ? അത് പിന്നെ ഞാന് മേടിച്ചോണ്ട് പോയി. അപ്പൊ അവൾക്ക് അതൊന്നും പോരെന്ന്. അവൾക്ക് എന്റെ കൈ കൊണ്ട് ഉണ്ണിയപ്പം കഴിക്കണമെന്ന് പറഞ്ഞ് ഉണ്ടാക്കിപ്പിച്ചിട്ടേ അവള് തിന്നില്ല. അവള് തിന്നാതെ തിരിയാൻ പോയിരിക്കുക എന്റെ മോന്റെ കൂടെ. ഓഹോ, അപ്പം അഭിയും അവിടെ ഉണ്ടോ? അവനിപ്പോ ഏതു നേരം അവിടെ അട്ടിപ്പേർ കിടക്കല്ലേ. എന്താ അവനെന്ന് എനിക്കറിയത്തില്ല. എടീ, നീ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. അവനൊരു അച്ഛനായി, അവന് അതിൻ്റെതായ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ജലജെ, ഇനിയിപ്പം നീയാ മാറാനുള്ളത്. നീ ഒരു മുത്തശ്ശിയാകാൻ പോവാ, നീയും മാറ്. അപ്പോഴത്തേക്ക് മനസ്സിൽ പറയുന്നുണ്ട്, മുത്തശ്ശി ദേ ഇങ്ങനെ ഒരു മരുമകളുടെ കുഞ്ഞിന്റെ മുത്തശ്ശിയാകുന്നതിലും ഭേദം നല്ലത് ഞാൻ കെട്ടി തൂങ്ങി ചാകുന്നതാ. ദരിദ്രാസി കൂട്ടങ്ങളുടെ വയറ്റിലുണ്ടാകുന്നതും അതുപോലത്തെ ആയിരിക്കുമല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയാണ് കേട്ടോ. ഏതായാലും ഇത് കഴിഞ്ഞ് അങ്ങ് കയറിപ്പോയി. അങ്ങ് അകത്ത് കയറി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വസന്തര ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക, ഇനി ഇവിടെ എന്നാ ശരിയാകുന്നത്? അവനാണെങ്കിൽ ഒരു കുട്ടിയുടെ അച്ഛനാകാൻ പോവുക. അവന് മാറ്റം വന്നിട്ടും ഇവക്ക് മാറ്റം വരുന്നില്ലല്ലോ. പിന്നെ പിന്നെ ചുട്ടയിലെ ശീലം ചൂടിലെ വരെയെന്നോ മൊത്ത കുത്തിയ കൊമ്പളം മുളയ്ക്കൂലെന്നോ അങ്ങനെ എങ്ങാണ്ടുള്ള ഒരു പഴഞ്ചൊല്ലും കൂടെ ഉണ്ടല്ലോ. ആ ഒരു പഴഞ്ചൊല്ലൊക്കെ പറഞ്ഞിങ്ങനെ പുറപുറത്തോട്ട് നമ്മുടെ വസന്തരെ അങ്ങ് കയറി പോയി കേട്ടോ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നവ്യയെ കൊണ്ടാക്കാൻ വേണ്ടി അഭി വരികയാണ് വീട്ടിലേക്ക്. അങ്ങനെ അവിടെ ഇവിടെയും കറങ്ങിയിട്ടൊക്കെ അഭി വന്നു. അഭി വന്നിട്ട് ചോദിച്ചു, അമ്മ പോയോന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ജലജ നേരത്തെ പോയി മോനെ. അല്ല, മോൻ ഇന്നിവിടെ കിടക്കുക, മോൻ ഇന്നിവിടെ കിടന്നിട്ട് നാളെ പോയാൽ പോരെ? ഒരു ദിവസം ഇവിടെ തങ്ങി നോർത്ത് കുഴപ്പമുണ്ടോ? അത് പിന്നെ അത് ശരിയാവില്ല. ഈ ഒരു സമയങ്ങളിലെ ഭാര്യയുടെ കൂടെ കിടക്കാൻ പാടില്ലെന്നൊക്കെ അല്ലേ പറയുന്നത്? അല്ല, നീ നവ്യയുടെ കൂടെ കിടന്നെന്നോർത്ത് എന്താ പ്രശ്നം ഇരിക്കുന്നത്? അത് പിന്നെ എന്റെ കാലൊക്കെ വന്ന് മുട്ടിയാലോ? അങ്ങനെയൊന്നുമില്ല. എങ്കിൽ പിന്നെ മോന് വേറെ റൂമുകളുണ്ടല്ലോ ഇവിടെ, അവിടെ എവിടെയെങ്കിലും കിടന്നോ.
അത് ശരിയാവില്ല, ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഭി അവിടെ നിന്ന് യാത്രയൊക്കെ പറഞ്ഞു പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അനഘേനെ കാണിക്കുന്നത് വീണ്ടും. അനഘയാണെങ്കിൽ ഇങ്ങനെ അതും ഇതൊക്കെ ചിന്തിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പം അനഘയ്ക്ക് മനസ്സിലായി പിടിച്ചാൽ കിട്ടുന്ന കേസല്ല, അതുകൊണ്ട് തന്നെ സത്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് മൂർത്തി സാർ അറിയുന്നതാണ് നല്ലത്. താൻ അനന്തപുരി തറവാട്ടിൽ ചെന്നൊരു പ്രശ്നം ഉണ്ടാക്കുന്നതിന് നല്ലത് നമ്മുടെ അനഘ വിളിച്ചു പറയുന്നതാണല്ലോ. അപ്പൊ അനഘ ഫോൺ എടുത്ത് തന്നെ മനഃപൂർവ്വം നമ്മുടെ മൂർത്തിനെ വിളിക്കുകയാണ്. അപ്പൊ മൂർത്തി പെട്ടെന്ന് നമ്പർ കണ്ടപ്പോഴത്തേക്കും ഫോൺ എടുത്തപ്പോഴത്തേക്കും ഇങ്ങനെ പറയാണ്, എൻ്റെ പേര് അനഘ എന്നാ സാർ എന്ന് പറഞ്ഞപ്പോ എന്താ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വിളിച്ചത്? അത് പിന്നെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. സാറ്, അനന്തപുരി തറവാട്ടിലെ ഒരു കൊച്ചുമകന്റെ മകള് എൻ്റെ കൂടെയുണ്ട്. എൻ്റെ മോള് തന്നെയാ. ആ മോള് അനന്തപുരി തറവാട്ടിലെ കൊച്ചുമകന്റെ മകളാണ് എന്ന്. ഇത് കേട്ടത് ഞെട്ടിപ്പോയി കേട്ടോ നമ്മുടെ മൂർത്തി. എന്താ നിങ്ങൾ ഈ പറയുന്നത്? എന്ത് ചെറ്റത്തരം നിങ്ങൾ ഈ വിളിച്ചു പറയുന്നത് എന്നിങ്ങനെ ചോദിച്ചു. ചെറ്റത്തരം നല്ല ചോദിച്ചത്, അതിനേക്കാളും ഡോസ് കുറഞ്ഞ കുറച്ച് ഭാഷയാണ് കേട്ടോ ചോദിക്കുന്നത്. അപ്പോഴത്തേക്കും അനഘ പറഞ്ഞു, അതെ, ഞാൻ പറയുന്നത് സത്യമാണ്. ഇനി ഞാൻ പറയാതിരുന്നത് ശരിയാവില്ല. ഞാൻ ഈ പറയുന്നത് കള്ളമാണെങ്കിൽ നിങ്ങൾക്ക് പല ടെസ്റ്റുകൾ ഉണ്ടല്ലോ, എല്ലാം ചെയ്തു നോക്കാം. അവിടുത്തെ കൊച്ചുമകളാ എൻ്റെ കൂടെയുള്ളത്, എൻ്റെ സ്വന്തം മകള്. അവളെ നിങ്ങൾ കൊണ്ടുപോകണം. ഞാൻ മരണത്തിനോട് മല്ലടിച്ചുകൊണ്ടിരിക്കുക. എനിക്കിങ്ങനെ ഒരു അസുഖമാണ്. ഇനിയെങ്കിലും അവളെ ഞാൻ നിങ്ങൾക്ക് തന്നില്ല എങ്കിൽ എൻ്റെ മോള് അനാഥാലയത്തിൽ പോകേണ്ടി വരും. അത്രയും വലിയ വീട്ടിലെ കൊച്ചുമകള് അനാഥാലയത്തിൽ പോകുന്നത് അത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് എൻ്റെ മകളെ നിങ്ങൾ സ്വീകരിക്കണം എന്നും ഇങ്ങനെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. വല്ലാത്തൊരു ഷോക്കായി പോയി. ഏതായാലും നമ്മുടെ മൂർത്തി അത് ആരോടും പറയുന്നൊന്നുമില്ല. എങ്കിലും നമ്മുടെ മൂർത്തിയുടെ മനസ്സിൽ ഇത് തന്നെ ഇങ്ങനെ നിൽക്കുക. ഇതേ സമയം നമ്മുടെ അനഘയാണെങ്കിൽ അഭീനെ വിളിക്കുകയാണ്. അഭീനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുക. ഞാൻ നിന്റെ മുത്തശ്ശനോട് കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ കൊച്ചുമകളാണ് എൻ്റെ മകളെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന്. ഇത് കേട്ടത് നമ്മുടെ അഭി ഞെട്ടിപ്പോയിട്ട് അഭി പറഞ്ഞു, നീ എന്ത് പണിയാ കാണിച്ചതെന്ന് ചോദിച്ചപ്പം എനിക്ക് പറഞ്ഞേ പറ്റൂ. അല്ല, നിന്റെ കൂടി ഇന്നൊരു പെണ്ണിനെ കണ്ടല്ലോ, അത് നിന്റെ ഭാര്യയല്ലേടാ? അവള് പ്രഗ്നന്റ് അല്ലേടാ? അത് പിന്നെ അവള് എൻ്റെ ഒരു ഭാര്യയാ. നിന്റെ ഒരു ഭാര്യയോ? അപ്പൊ നിനക്ക് എത്ര ഭാര്യമാരുണ്ടടാ? എടാ ഞാനിപ്പം മരിക്കാൻ പോവാ. അതുകൊണ്ട് ഇതൊന്നും കണ്ടിട്ട് എനിക്ക് വേദനിക്കില്ല. കാരണം ഞാൻ മരണത്തിനോട് മല്ലടിച്ചോണ്ടിരിക്കുക. ഏത് നേരവും ഞാൻ മുകളിലേക്ക് പോകാം. പക്ഷേ എൻ്റെ കുഞ്ഞിനെ നീ സേഫ് ആക്കിയില്ലെങ്കിൽ നോക്കിക്കോ, ബാക്കി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. നീ ആരെങ്കിലും കെട്ടുവോ, നീ അവരുടെ കൂടെ ജീവിക്കുവോ ഒക്കെ ചെയ്തോ, എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷെ എൻ്റെ മോളെ തള്ളിക്കളയാൻ പാടില്ല. അതിനുവേണ്ടി തന്നെ ഞാൻ മൂർത്തി സാറിനോടെല്ലാം വിളിച്ചു പറഞ്ഞതെന്ന് പറഞ്ഞു. അങ്ങനെ വല്ലാത്തൊരു സിറ്റുവേഷൻ ആയി പോയിട്ടോ. ഏതായാലും നമ്മുടെ അഭി തിരിഞ്ഞു നിൽക്കുകയാണ്. കാരണം കൊച്ചുമകന്റെ മകള് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, പേരെടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആരുടെ കുട്ടിയാണ് എന്ന് അറിയാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ അഭി എന്താ ചെയ്യുന്നത്? ആദ്യം തന്നെ അവിടെ ചെന്ന് ആദർശിനൊരു മുൻകൂട്ടി ആദർശിനെ കുറിച്ച് ഇങ്ങനെ അറിഞ്ഞതുപോലെ, അവനൊരു കൊച്ചുണ്ട് എന്നൊക്കെ അറിഞ്ഞതുപോലെ ഈ അപവാദം പറഞ്ഞുണ്ടാക്കില്ലേ, അതുപോലെ ഇങ്ങനെ പറഞ്ഞ് അവിടെ ചെന്ന് ഉണ്ടാക്കുകയാണ്. അപ്പൊ പിന്നെ ഓട്ടോമാറ്റിക്കലി എല്ലാവരും ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടെന്ന് അറിയുമ്പോൾ എന്താ, നമ്മുടെ ഈ സത്യമാണ് അഭി പറഞ്ഞത്, ശരിയാ, ആദർശിന്റെ കുഞ്ഞാണ് എന്ന് വിശ്വസിക്കും. അങ്ങനെ വിശ്വസിക്കാൻ വേണ്ടി പല അടവുകളും നോക്കുകയാണ് ഈ അഭിയെ. അങ്ങനെ കുറെ അടവുകൾ നമ്മുടെ അഭി പ്രയോഗിക്കുന്നുണ്ട്. ആ അടവെല്ലാം ഏകദേശം ഏൽക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ അനഘ മരിച്ചു പോവുകയാണ്. അപ്പൊ നാളെ മരിക്കുന്ന സീനൊന്നും കാണിക്കില്ലായിരിക്കും കേട്ടോ. നാളെ ഏകദേശം ഈ ഒരു സീനൊക്കെ തന്നെയാണ് ഉള്ളത്. പിന്നെ നമ്മുടെ ആദർശനെ കുറ്റക്കാരനാക്കുകയാണ്. അപ്പം ആ ബാലൻസ് കഥകളെല്ലാം ഞാൻ നെക്സ്റ്റ് വീക്ക് പ്രമോ എന്ന് പറഞ്ഞ് നമ്മുടെ ഈ ചാനലിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 വീഡിയോയ്ക്ക് അടിയിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വീക്ക് പ്രമോ നമ്മുടെ നയനയുടെയും ആദർശന്റെയും കഥ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ബാക്കി, അതായത് ഇനിയിപ്പം അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന ഫുൾ സംഭവങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം വ്യൂവേഴ്സ് കുറവാണ്, എനിക്കറിയാം, ഒത്തിരി പേര് കണ്ടിട്ടില്ല. ആരെങ്കിലും ഇനിയിപ്പോൾ ഈ കഥ കാണുന്നുണ്ടെങ്കിൽ ആ നെക്സ്റ്റ് വീക്ക് പ്രമോയും കൂടെ ഒന്ന് കയറി നോക്കിക്കോളൂ. അടിപൊളിയാണ് കേട്ടോ. ഏതായാലും ഞാൻ അതുകൊണ്ട് നീട്ടിക്കുറുക്കി ബോറാക്കുന്നില്ല. അപ്പം എല്ലാവരും കാത്തിരിക്കുക. അപ്പം നാളെ രാവിലെ നമ്മൾ ഫുൾ വിശേഷവുമായിട്ട് 7:30 വരുന്നതായിരിക്കും. 6 മണി 6:55, 56, 57, 58 ആ ഒരു സമയങ്ങളിൽ നമ്മൾ നയനയുടെയും എല്ലാം മാറി പോവാണല്ലോ, കുളമായി പോവാണല്ലോ. നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥ ഇടുന്നതായിരിക്കും. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, രാവിലെ 7:30 ആകുമ്പോൾ നമ്മുടെ നയനയുടെയും ആദർശിന്റെയും കഥയും, ഒരു 6:55 ആകുമ്പോഴത്തേക്കും നമ്മൾ രേവതിയുടെയും സച്ചിയുടെയും കഥ ഇടുന്നതായിരിക്കും. പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും കോമതിയുടെയും ബാലന്റെയും കഥ നമ്മുടെ റിയൽ സ്റ്റോറിയിലും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ റിയൽ സ്റ്റോറി ന്യൂവിൽ നമ്മുടെ ഗൗതമിന്റെയും നന്ദയുടെയും കഥയും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ നമ്മുടെ ബിസിനസിന്റെ കാര്യം മറക്കരുത്. ഞാൻ ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. ഇപ്പൊ സൺഡേ ആയതുകൊണ്ടാണ് ഇന്ന് ഒത്തിരി ഇത് റീൽസ് അങ്ങ് ഇടാത്തത്.
ഷോർട്ടങ്ങ് ഇടാത്തത്. അപ്പോൾ സ്റ്റോക്കുകളൊക്കെ ഒത്തിരി വന്നു, ഒത്തിരി കുർത്തീസും സാരീസൊക്കെ വന്ന് കിടപ്പുണ്ട്. പതിയെ പതിയെ ഓരോന്നായിട്ട് ഞാൻ ചെയ്തിടുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് പേരൊക്കെ നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്യുന്നുണ്ട്, കുറച്ച് പേരൊക്കെ മേടിക്കുന്നൊക്കെ ഉണ്ട്. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ, നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അങ്ങനെ പർച്ചേസ് ചെയ്തവരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ അടിയിലൊക്കെ വന്ന് കമൻറ്റ് ഇട്ടേക്കണം കേട്ടോ. കാരണം പർച്ചേസ് ചെയ്തിട്ട് അവർക്ക് കിട്ടിയിട്ടില്ല, കിട്ടാറായിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ 3 ദിവസം, ഒരു 3-4 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല, നമ്മൾ GPay ആണ്, ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. കാരണം നമുക്കങ്ങനെ അവൈലബിൾ അല്ല. മിക്ക നിങ്ങൾക്കൊക്കെ അറിയായിരിക്കാം, ക്യാഷ് ഓൺ ഡെലിവറി മിക്ക ഓൺലൈൻ ബിസിനസ്സിനും അവൈലബിൾ അല്ല. ഈ ഫ്ലിപ്കാർട്ട്, മീഷോയിലേക്കൊക്കെ മാത്രമാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റ് സേഫ് ആയിട്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ നമ്മൾ എത്തിക്കുന്നതായിരിക്കും കേട്ടോ. ആ ഒരു സേഫും ആ ഒരു സേഫ്റ്റിയൊക്കെ കാണും. അത് ഞാനാണ് ബാക്കി തരുന്നത്. 2 വർഷമായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാമെന്നുള്ളതല്ലേ, ഒരിക്കലും ഞാൻ പറ്റിക്കില്ല എന്ന് നിങ്ങൾക്ക് അറിയായിരിക്കാം. ഏതായാലും നിങ്ങളിതൊരു പരീക്ഷണമൊന്നും ആക്കുമൊന്നും വേണ്ട. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ അത് സേഫ് ആയിരിക്കും. നിങ്ങൾ മേടിക്കുന്ന പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ സേഫ് ആയി എത്തിയിരിക്കും കേട്ടോ. നമുക്ക് ഇന്ത്യയിൽ എവിടെയും നമ്മൾ ഷിപ്പിംഗ് നടത്തുന്നുണ്ട്. അപ്പം ഓൾ ഇന്ത്യൻ ഡെലിവറി ഉണ്ട് കേട്ടോ നമുക്ക്. അപ്പം എല്ലാവരും കാത്തിരിക്കാം. ടാറ്റാ, ബൈ ബൈ.